നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന. ഇന്ന് നിലാവെളിച്ചം എന്ന ഒരു ചെറുകഥയുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. രാഹുൽ ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരനാണ്. മികച്ച രീതിയിൽ IIT-യിൽ നിന്ന് എൻജിനീയറിംഗ് പഠനവും IIM-ൽ നിന്ന് MBA-യും കഴിഞ്ഞ് മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി കിട്ടി. അവിടെ നിന്ന് അമേരിക്കയിൽ ഗൂഗിളിലും ജോലിയായി. വീട്ടിലെല്ലാവരും അഭിമാന പുളകിതരായി. ഏറ്റവും സന്തോഷിച്ചത് രാഹുലിൻ്റെ അമ്മയായിരുന്നു. അച്ഛനില്ലാത്ത 2 ആൺകുട്ടികളെയും വളരെ കഷ്ടപ്പെട്ടാണ് ആ അമ്മ വളർത്തിയെടുത്തത്. ജോലി തിരിക്കുന്നിടയിൽ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പോലും രാഹുലിന് നേരം കിട്ടാറില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു നല്ല കല്യാണാലോചന വീട്ടിൽ വന്നു. എല്ലാം കൊണ്ടും നല്ല ചേർച്ച. പഠിത്തവും സൗന്ദര്യവും സാമ്പത്തികവും എല്ലാം യോജിച്ചത് തന്നെയായിരുന്നു. അമ്മ നിർബന്ധിച്ചതുകൊണ്ടാണ് കുറച്ച് ദിവസത്തെ ലീവിന് വീട്ടിൽ വന്ന് കല്യാണം നടത്തിയത്. തിരിച്ചു പോകുമ്പോൾ ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ: പ്രിയയെ കൊണ്ട് പോവുക എന്നുള്ള കാര്യം, അതിനുള്ള കാര്യങ്ങൾ ശരിയാക്കുക. പക്ഷേ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്നാണ് തകിടം മറിഞ്ഞത്. ഒറ്റയ്ക്കുള്ള ജീവിതവും ജോലി സമ്മർദ്ദവും രാഹുലിന് ഉറക്കം കിട്ടാതെ വന്നു. തുടർന്ന് ഉണ്ടായ ഭയം, വിഷമം, ആശങ്ക ഇവ അയാളെ ആകെ ഉലച്ചുകള. പിന്നെ ജോലിയിൽ പ്രശ്നമായി. കുറച്ച് മാസങ്ങൾ അവിടെ തുടർന്നെങ്കിലും മനസ്സ് കൈവിട്ടുപോയി. രാഹുൽ കഴിക്കാതെ, കുളിക്കാതെ, മുറിക്ക് പുറത്തുപോലും ഇറങ്ങാതെ ജോലിക്ക് പോകാതെയായി. ഒടുവിൽ ഒരു സുഹൃത്ത് രാഹുലിനെയും കൊണ്ട് നാട്ടിൽ വന്നു. അപ്പോഴേക്കും പ്രിയയുടെ മാതാപിതാക്കൾ ഡൈവോഴ്സ് നോട്ടീസ് അയച്ചു. അതോടെ രാഹുൽ ആകെ തകർന്നുപോയി. ആരെയും അഭിമുഖീകരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. വീട്ടുകാർക്കൊരു നിമിഷം പോലും അവനെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റാത്ത കാര്യം വന്നു. പ്രായമായ അമ്മയും ചേട്ടനും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ഒടുവിൽ രാഹുലിനെ ചികിത്സയ്ക്കായി ഒരാശുപത്രിയിൽ കൊണ്ടുപോയി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് അവിടെ അഡ്മിറ്റ് ചെയ്തു. അവിടെ രാഹുലിനെ ആക്കിയിട്ട് കൂടെയുള്ളവർ മടങ്ങി. അവൻ മരുന്നിൻ്റെ പാതി മയക്കത്തിലായിരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായതേയില്ല. ആശുപത്രിയിൽ ജീവിതത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ചുവടുവെക്കുകയായിരുന്നു രാഹുൽ. ആകെ വെറുപ്പുളവാക്കുന്ന ഒരു അന്തരീക്ഷം. അവൻ ആശുപത്രിയിൽ കടക്കുമ്പോൾ കണ്ടത് ശബ്ദങ്ങൾ അടർന്ന് പൊട്ടിച്ചിതറുന്ന ഒരു ലോകമായിരുന്നു. മറ്റുള്ളവരുടെ കരച്ചിൽ, അട്ടഹാസ ശബ്ദങ്ങൾ, അസംബന്ധ വിളികൾ, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന തർക്കങ്ങളുടെ ശബ്ദങ്ങൾ. ഈ ശബ്ദഭീതി രാഹുലിനെ വല്ലാതെ അസ്വസ്ഥനാക്കി. അവനെ ഒരു ചെറിയ മുറിയിലേക്ക് അറ്റൻഡർ കൊണ്ടുപോയി. പഴയ പൊടി പിടിച്ച പോലുള്ള കട്ടിലുകൾ, വെളിച്ചം കുറവുള്ള മുറി, പൊടിപടർപ്പ് കെട്ടിമൂടി നിൽക്കുന്ന അന്തരീക്ഷം. രാഹുലിൻ്റെ മനസ്സാകെ അസ്വസ്ഥതയിൽ നിറഞ്ഞു. അതൊരു മനോരോഗ ആശുപത്രിയാണെന്ന് വളരെ കഴിഞ്ഞാണ് സത്യത്തിൽ അവൻ മനസ്സിലാക്കിയത് തന്നെ. ഇവിടെ നിന്ന് ഞാൻ എന്ത് നേടും? ഞാൻ എന്ത് സഹായം തേടാനാണ് ഇവിടെ വന്നത്? എനിക്കുള്ള ധൈര്യം കൂടി ചോർന്നു പോകുമോ? ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടും? ഈ ശബ്ദങ്ങളിൽ നിന്ന് എനിക്കൊരു മോചനമുണ്ടാകുമോ? എന്നെ ആരായിരിക്കും ഇവിടെ കൊണ്ടാക്കിയത്? എന്താണ് അവർക്ക് എന്നോട് ഇത്ര ദേഷ്യം? ഇങ്ങനെ ചിന്ത നീണ്ടു. വീണ്ടും രാഹുൽ ചിന്തയിലാണ്ടു. വളരെ വൈകിയാണ് എങ്ങനെയോ രാഹുൽ ഉറങ്ങിയത്. രാവിലെ നേഴ്സ് വന്നാണ് അവനെ ഉണർത്തിയത്. 2 ബലിഷ്ഠന്മാർ കൂടെയുണ്ട്. ആദ്യം രാഹുൽ ഒന്ന് പകച്ചുപോയി. പെട്ടെന്ന് കട്ടിലിൽ നിന്നും അവൻ എഴുന്നേറ്റു. എതിർക്കാൻ പറ്റാത്ത സാഹചര്യം പോലെ തോന്നി. അവർ പറഞ്ഞതിനനുസരിച്ച് പല്ല് തേച്ചു. കാപ്പി കുടിക്കാൻ കൂടെ പോയി. പിന്നെ അവർ കൊടുത്ത മരുന്നുകൾ കഴിച്ചു. ഹാളിൽ കുറേ പേർ ഇരിക്കുന്നു. അവരുടെ കൂടെ TV കാണാൻ അവർ ഇരുത്തി. കൂടെയുള്ളവരുടെ മുഖഭാവം സത്യത്തിൽ രാഹുലിനെ ഭയപ്പെടുത്തി. ഡോക്ടർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ രാഹുലിനെ വിളിച്ചുകൊണ്ടുപോയി. സ്നേഹത്തോടെ ഡോക്ടർ വിശേഷങ്ങൾ തിരക്കി. രാഹുലിന് ഭയവും വിഷമവും എത്ര കാലമായി അലട്ടുന്നു? വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു. രാഹുൽ ആദ്യമായി തൻ്റെ അകത്തെ ഭയം, വിഷമം, പ്രതീക്ഷകൾ ഒക്കെ തുറന്നു പറഞ്ഞു. ഡോക്ടർ സമാധാനപ്പെടുത്തി. മരുന്ന് കൃത്യമായി കഴിച്ചാൽ എല്ലാം ശരിയാകും. എനിക്ക് ജോലിക്ക് തിരിച്ചു പോകുവാൻ പറ്റുമോ ഡോക്ടർ? രാഹുൽ ആശങ്കയോട് ചോദിച്ചു. തീർച്ചയായും, ഡോക്ടർ ചിരിച്ചു. വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ എന്തെങ്കിലും വായിക്കൂ. ഇവിടെ നല്ല ഒരു ലൈബ്രറി ഉണ്ട്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദിവസങ്ങളും മാസങ്ങളും മുന്നോട്ടു പോയി. രാഹുലിൻ്റെ മാനസികാവസ്ഥ ഓരോ ദിവസവും ഓരോ പോലെയായിരുന്നു.
മാറിയും മറിഞ്ഞും വന്നും പോയും ഇരുന്നു. ചുറ്റും നിന്ന് കേൾക്കുന്ന അസംബന്ധ വാക്കുകൾ, ഒച്ച, വഴക്കുകൾ, ബഹളങ്ങൾ ഒക്കെ രാഹുലിനെ തുടർച്ചയായ അസഹ്യ സമ്മർദ്ദത്തിലാക്കി. എങ്ങനെയാണ് ഇവിടെ നിന്ന് തൻ്റെ മനസ്സിനെയും ശരീരത്തെയും രക്ഷിക്കേണ്ടത്? വൃത്തിഹീനമായ ശുചിമുറികൾ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ഇവിടെ നിന്നൊരു രക്ഷപ്പെടൽ തനിക്കില്ലേ? രാഹുൽ നെടുവീർപ്പിട്ടു. ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് രാഹുൽ ആത്മാർത്ഥമായി വായനയിൽ മുഴുകി. അവിടെയുള്ള പുസ്തകങ്ങളൊക്കെ മനസ്സിരുത്തി വായിച്ചു, ധ്യാനം പരിശീലിച്ചു, മരുന്നുകൾ കൃത്യമായി കഴിച്ചു. അങ്ങനെ ജീവിതം ഒരുവിധം സമാധാനമായി മുന്നോട്ടു പോകാൻ തുടങ്ങി. തത്വചിന്താപരമായ പല ആശയങ്ങളും മനസ്സിന് ധൈര്യം നൽകി. കൂടാതെ സ്നേഹത്തോടെയുള്ള ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും പരിചരണം രാഹുലിന് വലിയ ആശ്വാസം കൊടുത്തു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം ഡോക്ടർ രാഹുലിൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് രാഹുലിനെ കൂട്ടിക്കൊണ്ടു പൊക്കോളുവാൻ പറഞ്ഞു. ഡോക്ടറിന് നന്ദി പറഞ്ഞ് രാഹുലും സഹോദരനും അവിടെ നിന്ന് വീട്ടിലേക്ക് പോയി. രാഹുൽ വീട്ടിൽ ചെന്നപ്പോഴാണ് അമ്മ മരിച്ച വിവരം അറിഞ്ഞത്. ഒരു നിമിഷം ഒന്നും മിണ്ടാതെ നിന്നെങ്കിലും രാഹുൽ സമചിത്തതയോട് പിടിച്ചു നിന്നു. രാഹുലിൻ്റെ കണ്ണുകൾ നിറഞ്ഞെങ്കിലും കവിഞ്ഞൊഴുകിയില്ല. എന്തു വന്നാലും ജീവിതത്തെ ധൈര്യത്തോട് നേരിട്ടേ പറ്റൂ എന്ന് രാഹുൽ മനസ്സിലാക്കി കഴിഞ്ഞതല്ലേ. മനോരോഗാശുപത്രിയിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൻ്റെ വലിയ പാഠമാണ്. സമ്മർദ്ദം, വിഷമം, ഭയമെല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ഒന്നും ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും താൻ അറിഞ്ഞതല്ലേ, രാഹുൽ ചിന്തിച്ചു. എങ്ങനെയുണ്ട് എൻ്റെ കഥ? കഥ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. ഇനി അടുത്ത കഥയുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.